നമസ്കാരം. ഇസ്രയേലിലെ ആണവ കേന്ദ്രം ലക്ഷ്യമിട്ട് ഇറാന്റെ മിസൈൽ ആക്രമണം. ഇറാന്റെ മിസൈൽ ആക്രമണത്തിൽ 100-ലധികം പേർക്ക് പരിക്കേറ്റതായിട്ടാണ് അന്താരാഷ്ട്ര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത്. 11 പേരുടെ നില അതീവ ഗുരുതരമാണെന്നും ഉദ്യോഗസ്ഥർ അറിയിച്ചു. ഇതിൽ ശരീരമാസകലം ചില്ലുചീളുകളും മറ്റും തറച്ചു കയറി അതീവ ഗുരുതരാവസ്ഥയിലായ 10 വയസ്സുകാരനും ഉൾപ്പെടുന്നു. പരിക്കേറ്റ മറ്റു പലരുടെയും നില അതീവ ഗുരുതരമായി തുടരുകയാണെന്നും അധികൃതർ അറിയിച്ചു. 3 നില കെട്ടിടം ഉൾപ്പെടെ നിരവധി കെട്ടിടങ്ങൾക്ക് കേടുപാടുകൾ സംഭവിച്ചു. തെക്കൻ ഇസ്രയേലിലെ ദിവോണ, അരാദ് എന്നീ നഗരങ്ങളെയാണ് ഇറാൻ ലക്ഷ്യം വെച്ചത്. ഇസ്രയേലിന്റെ അതീവ സുരക്ഷയുള്ള ആണവ ഗവേഷണ കേന്ദ്രം സ്ഥിതി ചെയ്യുന്നത് ഈ മേഖലയിലാണ്. ഇസ്രയേലിന്റെ ആണവ പദ്ധതിയുടെ പ്രധാന കേന്ദ്രമാണ് ദിമോണ. ഫ്രഞ്ച് സഹായത്തോടെ രഹസ്യമായി നിർമ്മിച്ച ഗവേഷണ കേന്ദ്രം 1958 പ്രവർത്തനം തുടങ്ങുന്നത്. ദിമോണയിൽ നിന്നും ഏകദേശം 10 കിലോമീറ്ററും അരാദിൽ നിന്ന് 30 കിലോമീറ്റർ അകലെ സ്ഥിതി ചെയ്യുന്ന ഇസ്രയേലിന്റെ ആണവ ഗവേഷണ കേന്ദ്രത്തെയാണ് തങ്ങൾ ലക്ഷ്യം വെച്ചതെന്ന് ഇറാൻ ഔദ്യോഗിക മാധ്യമങ്ങൾ അറിയിച്ചു. ഇറാന്റെ നഡാൻസ് യുറേനിയം സമ്പുഷ്ടീകരണ കേന്ദ്രത്തിന് നേരെ അമേരിക്ക നടത്തിയെന്ന് ആരോപിക്കപ്പെടുന്ന ആക്രമണത്തിനുള്ള പ്രതികാരമാണ് ഈ നടപടിയെന്നും അവർ വ്യക്തമാക്കി. ഈ ആക്രമണത്തിന് പിന്നിൽ അമേരിക്കയും ഇസ്രയേലുമാണെന്ന് ഇറാൻ കുറ്റപ്പെടുത്തിയെങ്കിലും തങ്ങൾക്കിതിൽ പങ്കില്ലെന്ന് ഇസ്രയേൽ സൈന്യം വ്യക്തമാക്കി. ഈ ആക്രമണം 3 ആഴ്ച പിന്നിടുന്ന യുദ്ധത്തിലെ നിർണായകമായ ഘട്ടമായിട്ടാണ് വിലയിരുത്തപ്പെടുന്നത്. ഈ ആക്രമണത്തെ ഇറാനിലെ നഡാൻസ് ആണവ സമുച്ചയത്തിന് നേരെ അന്നേ ദിവസം നടന്ന ആക്രമണത്തിനുള്ള മറുപടി എന്നാണ് ഇറാൻ സ്റ്റേറ്റ് ടെലിവിഷൻ വിശേഷിപ്പിച്ചത്. 4ാം വാരത്തിലേക്ക് കടന്നിരിക്കുന്ന യുദ്ധത്തിൽ ഇരു രാജ്യങ്ങളും പരസ്പരം ആണവ കേന്ദ്രങ്ങൾ ലക്ഷ്യം വെക്കുന്നത് സംഘർഷം അതീവ ഗുരുതരമായ ഒരു ഘട്ടത്തിലേക്ക് എത്തിയതിന്റെ സൂചനയാണ് നൽകുന്നത്. ഇസ്രയേലിന്റെ ശത്രുക്കൾക്കെതിരെ എല്ലാ മുന്നണികളിൽ നിന്നും പോരാട്ടം തുടരുമെന്നും പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവും ഇസ്രയേൽ ഡിഫൻസ് ഫോഴ്സ് ചീഫ് ഓഫ് സ്റ്റാഫ് ലഫ്റ്റനന്റ് ജനറൽ ഇയാൽ സമീറും വ്യക്തമാക്കി. ഈ ആക്രമണങ്ങൾക്കിടയിൽ ഇസ്രയേലിന്റെ വ്യോമ പ്രതിരോധ സംവിധാനങ്ങൾ പ്രവർത്തിച്ചുവെങ്കിലും ചില മിസൈലുകളെ തടയുന്നതിൽ പരാജയപ്പെട്ടുവെന്നും ഇസ്രയേൽ സൈനിക വക്താവ് പ്രതികരിച്ചു. 2 ബാലിസ്റ്റിക് മിസൈലുകളെയും തടയുന്നതിൽ പരാജയപ്പെട്ടതിനെക്കുറിച്ച് ഇസ്രയേൽ വ്യോമസേന അന്വേഷണം നടത്തുകയാണെന്ന് സൈന്യം വ്യക്തമാക്കി. വ്യോമ പ്രതിരോധ സംവിധാനങ്ങൾ മിസൈലുകളെ നേരിട്ടുവെങ്കിലും അവയെ തകർക്കാൻ ഇന്റർസെപ്റ്ററുകൾക്ക് കഴിഞ്ഞില്ലെന്ന് സൈന്യം സ്ഥിരീകരിച്ചു. മിസൈലുകൾ പതിക്കാനുണ്ടായ സാഹചര്യത്തെക്കുറിച്ച് ഹോം ഫ്രണ്ട് കമാൻഡും അന്വേഷണം നടത്തുന്നുണ്ട്. അതേസമയം ആണവ കേന്ദ്രത്തിന് നാശനഷ്ടങ്ങൾ സംഭവിച്ചതായി സൂചനകളൊന്നുമില്ലെന്നും പ്രദേശത്ത് അസാധാരണമായ റേഡിയേഷൻ അളവ് കണ്ടെത്തിയിട്ടില്ലെന്നും അന്താരാഷ്ട്ര ആണവോർജ്ജ ഏജൻസി അറിയിച്ചു. സ്ഥിതിഗതികൾ സൂക്ഷ്മമായി നിരീക്ഷിച്ചു വരികയാണെന്ന് വ്യക്തമാക്കിയ ഡയറക്ടർ ജനറൽ റാഫേൽ ഗ്രോസി സൈനിക നടപടികളിൽ പരമാവധി സംയമനം പാലിക്കണമെന്നും പ്രത്യേകിച്ച് ആണവ നിലയങ്ങളുടെ പരിസരത്ത് ഇത് അത്യാവശ്യമാണെന്നും അഭ്യർത്ഥിച്ചു. ദിമോണയിൽ 3 വ്യത്യസ്ത ഇടങ്ങളിൽ മിസൈലുകൾ പതിച്ചതായിട്ടാണ് സ്ഥിരീകരിക്കപ്പെട്ടിരിക്കുന്നത്. ഇതിൽ ഒരു 3 നില കെട്ടിടം പൂർണ്ണമായി തകരുകയും പലയിടത്ത് തീപിടുത്തം ഉണ്ടാവുകയും ചെയ്തിട്ടുണ്ട്. ആണവ നിലയത്തിന് സമീപമുള്ള മറ്റൊരു പട്ടണമായ അരാദിലും നേരിട്ട് ആക്രമണം ഉണ്ടായതായി ഇസ്രായേൽ ഫയർ സർവീസും പ്രസ്താവനയിൽ അറിയിച്ചു. നഗരമധ്യത്തിൽ വ്യാപകമായ നാശനഷ്ടങ്ങൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഇതിനെ തുടർന്ന് സമീപത്തെ രാമത് നെഗേവ് റീജിയണൽ കൗൺസിലിലെ സ്കൂളുകൾക്ക് അവധി പ്രഖ്യാപിച്ചു. അതേസമയം ഇറാൻ ഭരണകൂടത്തെ ആണവായുധങ്ങൾ കൈക്കലാക്കാൻ അനുവദിക്കില്ല എന്ന് ഇസ്രായേൽ സൈന്യം ആവർത്തിച്ച് വ്യക്തമാക്കി. വരും ദിവസങ്ങളിൽ ആക്രമണം ശക്തമാക്കുമെന്നും യുദ്ധം ഉടനെങ്ങും അവസാനിക്കില്ല എന്നും ഇസ്രായേൽ പ്രതിരോധ മന്ത്രി ഇസ്രായേൽ കാറ്റ്സ് വ്യക്തമാക്കി. ഇറാന്റെ ആണവ കേന്ദ്രങ്ങൾക്ക് നേരെ കഴിഞ്ഞ ദിവസങ്ങളിൽ നടന്ന ആക്രമണങ്ങൾക്ക് മറുപടിയാണ് ഇപ്പോഴത്തെ വെല്ലുവിളി. പശ്ചിമേഷ്യയിൽ യുദ്ധം കൂടുതൽ രൂക്ഷമാകുന്നത് ആഗോളതലത്തിൽ വലിയ ആശങ്കയുണ്ടാക്കിയിട്ടുണ്ട്. അതേസമയം അമേരിക്ക യുദ്ധം അവസാനിപ്പിക്കാനുള്ള ശ്രമം തുടങ്ങിയതായും വൈറ്റ് ഹൗസിലെ ഉന്നതരെ ഉദ്ധരിച്ച് വാർത്തകൾ പുറത്തുവരുന്നുണ്ട്. തനിക്ക് സമാധാനം വേണമെന്ന് ട്രംപ് പറഞ്ഞതായിട്ടാണ് ആ റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്.